Dear students, question tags. That's a topic we are going to discuss today. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ടാഗിനെ കുറിച്ചാണ്. ഇത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ്. നമ്മളെല്ലാവരും ചെറിയ ക്ലാസ്സുകൾ മുതലേ പഠിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, അതിനുശേഷം അങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്നതിനാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയാം. അതിനുപയോഗിക്കുന്നതാണ് ക്വസ്റ്റ്യൻ ടാഗ് ഇംഗ്ലീഷിൽ. ഇപ്പം നീ അവിടെ പോയിരുന്നു അല്ലേ, നീ പുതിയ കാറ് വാങ്ങി അല്ലേ, അവളുടെ കല്യാണം കഴിഞ്ഞു അല്ലേ, നീ അത് ചെയ്തില്ല അല്ലേ, ഇങ്ങനെ അല്ലേ 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 എന്ന് ചോദിക്കുന്ന സംഭവമാണ് ആക്ച്വലി ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ ഇത് എല്ലാ സെൻറ്റൻസുകൾക്കും സെയിം അല്ല. ഒരു സെൻറ്റൻസിൻ്റെ ടെൻസ്, അതിൻ്റെ ടൈം, അതിലേതാണ് ഓക്സിലറി, അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, ഇത് നോക്കിയിട്ടാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് തീരുമാനിക്കുന്നത്. അപ്പം ഇതിൻ്റെ ബേസിക് റൂൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ബേസിക് റൂളിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നില്ല. എന്നാലും കുറച്ച് ഉദാഹരണങ്ങൾ നമ്മൾ അതിൽ പ്രസൻറ്റ് ചെയ്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാത്രം. അതിനുശേഷം ബേസിക് റൂളിൽ നിന്ന് വ്യത്യാസമുള്ള ഒരുപാട് സെൻറ്റൻസുകൾ, ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അതിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലാസ്സോട് കൂടി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ടാഗിനെ കുറിച്ചുള്ള പെർട്ടിക്കുലറായ എക്സാമ്പിൾസും കോമൺ ആയ എക്സാമ്പിൾസും, അതായത് നമ്മൾ പഠിച്ച നിയമം മാത്രം നോക്കിയാൽ മതി എന്നുള്ള എക്സാമ്പിളുകളും, അതല്ല ചില പ്രത്യേക സിറ്റുവേഷനിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി വരുന്ന ഉദാഹരണങ്ങളും നമ്മൾക്ക് പഠിക്കാൻ കഴിയണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചില ഉദാഹരണങ്ങളിലൂടെ നോക്കാം. ഫസ്റ്റ് വൺ, ഹീ ഈസ് എ സ്റ്റുഡൻറ്, ഈസ് ഇൻ ഹീ. അവൻ ഒരു വിദ്യാർത്ഥിയാണ് അല്ലേ എന്നാണ് അർത്ഥം. റൈറ്റ്, ഇതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയത്? ഇതിൻ്റെ ബേസിക് റൂൾ നമ്മൾ ആദ്യം പറയാം. ഈ സെൻറ്റൻസിലെ ഓക്സിലറി ഏതാണ്, ആ ഓക്സിലറിയെ എടുക്കുന്നു. റൈറ്റ്, അപ്പോൾ ഇവിടെ ഈസ് ആയതുകൊണ്ട് ഈ ഈസിനെ നമ്മൾ എടുക്കുന്നു. ഇനി ഈ സെൻറ്റൻസ് പോസിറ്റീവ് മീനിങ്ങിൽ ആണെങ്കിൽ, അതായത് നോട്ട് ഇല്ല എങ്കിൽ, ഉണ്ട് അല്ലെങ്കിൽ ആണ് എന്നാണ് പറയുന്നതെങ്കിൽ, അസർട്ടീവ് ആണ് സെൻറ്റൻസ് എങ്കിൽ, ഇവിടെ നമ്മൾ നെഗറ്റീവ് ആക്കുന്നു. റൈറ്റ്, അതിനുശേഷം ആ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റിനെ എടുത്ത് ഇവിടെ കൊണ്ടുവരുന്നു, അതിനുശേഷം എഴുതുന്നു. അപ്പോൾ ഈസ് നോട്ട് ഹി, ഈസ് ഇൻ ഹി. ഇവിടെ ഈസ് ആയതുകൊണ്ട് ഇവിടെ ഈസിൻ്റെ ആയി. ഇനി ഇവിടെ നോട്ട് ആണെങ്കിലോ ഇവിടെ പോസിറ്റീവ് അസർട്ടീവ് ആയിട്ടാണ് പറയുക. അതിൻ്റെ എക്സാമ്പിളാണ് സെക്കൻഡ് വൺ, യു ഡു നോട്ട് സ്പീക്ക് സ്പാനിഷ്. നീ സ്പാനിഷ് സംസാരിക്കുകയില്ല അല്ലേ, നിനക്ക് സ്പാനിഷ് സംസാരിക്കാൻ കഴിയില്ല അല്ലേ എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഡു നോട്ട് എന്നായതുകൊണ്ട് ഇവിടെ ഡു മാത്രം മതി, നോട്ട് പാടില്ല. ഡു യു, യു ഡു നോട്ട് സ്പീക്ക് സ്പാനിഷ്, ഡു യു, നീ സംസാരിക്കില്ല അല്ലേ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, ദെൻ ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഇറ്റ് ഈസ് വെരി നൈസ്, അത് വളരെ സുന്ദരമായിരിക്കുന്നു അല്ലേ, ഈസൻറ്റ് ഇറ്റ്. അപ്പോൾ ഇവിടെ ഈസ് അസേർട്ടീവ് ആയി പറഞ്ഞതുകൊണ്ട് ഇവിടെ നമ്മൾ നെഗറ്റീവ് ആക്കി ഈസൻറ്റ്. ഇറ്റ് ആണ് സബ്ജക്റ്റ്, ആ സബ്ജക്റ്റ് നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ട് ഈസൻറ്റ് ഇറ്റ്. ഈസൻറ്റ് ഇറ്റ് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയ സംഭവമാണ്. കാരണം മിക്ക ആളുകളും ഏത് സെൻറ്റൻസ് പറഞ്ഞാലും അതിൽ ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് അല്ലേ എന്ന് ചോദിക്കാൻ ഈസൻറ്റ് ഇറ്റ് എന്നാണ് ഉപയോഗിക്കാറുള്ളത്. എന്ത് സെൻറ്റൻസ് പറഞ്ഞാലും ഈസൻറ്റ് ഇറ്റ്, ഈസൻറ്റ് ഇറ്റ്. ഇത് നമ്മളെ പറയുന്ന ആളുകളെ മാത്രം കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം ഒരുപാട് ഭാഷകൾ, ഇപ്പോൾ മലയാളത്തിൽ അങ്ങനെയാണല്ലേ, ഏത് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാലും അല്ലേ എന്ന് മാത്രം ചോദിച്ചാൽ മതി. സ്റ്റേറ്റ്മെന്റിന്റെ വ്യത്യാസത്തിനനുസരിച്ച് അല്ലേയിൽ മാറ്റം വരുന്നില്ല. ഇങ്ങനെ ഒരുപാട് ഭാഷകളുണ്ട്. ജർമ്മൻ ഭാഷയിലും ഇങ്ങനെയാണെന്ന് ഞാനൊരു പുസ്തകത്തിൽ വായിക്കേണ്ടായി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഭാഷകളിൽ സ്റ്റേറ്റ്മെന്റ് ഏതായാലും അല്ലേ എന്ന ക്വസ്റ്റ്യൻ ടാഗ് സെയിം ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സ്വഭാവം മനുഷ്യന്മാരിൽ വരുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ്, സെന്റൻസിന്റെ വ്യത്യാസത്തിനനുസരിച്ച് ക്വസ്റ്റ്യൻ ടാഗിൽ മാറ്റം വരുന്നുണ്ട്. ഓക്കെ, ഷീ ഡിഡിൻറ്റ് കം, അവൾ വന്നില്ല അല്ലേ, ഡിഡ് ഷീ. ഇവിടെ എങ്ങനെയാണ്, ഡിഡിൻറ്റ്. ഈ ഓക്സിലറിയെ നമ്മൾ എടുക്കുന്നു, ഇവിടെ നോട്ട് ഉള്ളത് കൊണ്ട് ഇവിടെ നോട്ട് പാടില്ല. പിന്നെ സബ്ജക്റ്റിനെ അതേപടി നമ്മൾ എടുത്തിടുന്നു, ഡിഡ് ഷീ, വന്നില്ല അല്ലേ, അവൾ വന്നില്ല അല്ലേ. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ഏത് സെന്റൻസ് ആയാലും ഏത് ടെൻസ് ആയാലും സെയിം നിയമം തന്നെയാണ്. ദേ ആർ സിംഗിങ് വെൽ, അവർ നന്നായി പാട്ട് പാടുന്നു അല്ലേ, ആർ ഇൻ ദേ. ദർ ഈസ് സംതിങ് റോങ്, അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഇസ് ഇൻ ദർ, ഇല്ലേ. റൈറ്റ്, ദർ ഈസ് സംതിങ് റോങ്. ഇവിടെയും ഈസ് നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നു, നോട്ട് ചേർക്കുന്നു. ഇവിടെ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ദർ ആയതുകൊണ്ട് ദർ ഇവിടെ എഴുതുന്നു. എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ഇവിടെ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ദർ ഉണ്ടല്ലോ. സെന്റൻസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മൾ ദർ ചേർക്കണം. ഇപ്പോൾ എൻ്റെ വീട്ടിൽ 6 പേരുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ there are 6 members in my home അങ്ങനെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന there ആണ്. പക്ഷെ ആ thereന് ഇവിടെ സബ്ജക്റ്റിന്റെ ആയതുകൊണ്ട് ആ thereന് നമ്മൾ ഇങ്ങോട്ട് എടുത്തിടുന്നു. റൈറ്റ്, അപ്പോൾ സെയിം റൂൾ തന്നെയാണ് ഈ എല്ലാ ഉദാഹരണങ്ങളിലും. എല്ലാ ടെൻസുകളാണെങ്കിലും ഏത് ടെൻസുകളാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. പക്ഷെ ഇന്ന് ഡിഫറെൻ്റ് ആയ ചില ഉദാഹരണങ്ങളും ചില സിറ്റുവേഷനുകളും ഉണ്ട്.
അതാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയുള്ള ചില ഉദാഹരണങ്ങളെ നമുക്ക് അടുത്ത വിൻഡോയിൽ പരിചയപ്പെടാം. ഇവിടെ ചില ഉദാഹരണങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ നേരത്തെ പഠിച്ച റൂളുകളിൽ നിന്ന് ചെറിയ ചില വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഐ ആം യുവർ ടീച്ചർ, ഞാൻ നിങ്ങളുടെ ടീച്ചറാണ് അല്ലേ എന്ന് ചോദിക്കുന്നതിന് ആർ ഇൻ ഐ എന്നാണ് ചോദിക്കേണ്ടത്. ആർ ഇൻ ഐ, ഐ ആം യുവർ ടീച്ചർ, ആർ ഇൻ ഐ. അപ്പോൾ നമ്മൾ പഠിച്ചതനുസരിച്ച് ആം ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഫോർമൽ ആക്കിയാൽ തന്നെ ആം ഐ നോട്ട് എന്നാണ് വരിക അല്ലെ. ആം ഐ നോട്ട്, ആം ഐ നോട്ട് എന്നാണ് ഗ്രാമാറ്റിക്കലി ഉപയോഗിക്കേണ്ടത്. ആം ഐ നോട്ട് എന്ന ഉപയോഗം ഉണ്ട്, പക്ഷെ അത് എക്സ്ട്രീംലി ഫോർമലാണ്. സാധാരണ സംസാരത്തിൽ ആം ഐ നോട്ട് ചോദിക്കാറില്ല. എക്സ്ട്രീംലി ഫോർമലായ ഒരു ഉപയോഗമാണ് ആം ഐ നോട്ട്. പൊതുവെ പറയുന്നത് ആം വന്നു കഴിഞ്ഞാൽ ആളിൻ്റെ ആകുന്നു. അപ്പം ഇങ്ങനെയുള്ള കുറേ ഡിഫറൻസുകൾ നമുക്ക് ഒറ്റ റൂൾ കൊണ്ട് മാത്രം പഠിച്ചു വെക്കാൻ കഴിയാത്ത പ്രശ്നവും ഈ ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കുമ്പോൾ സാധാരണ ഉപയോഗത്തിൽ തെറ്റിപ്പോകുന്നതിൻ്റെ ഒരു കാരണം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഡിഫറൻ്റ് ആയ സംഭവങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നത്. റൈറ്റ്, നെക്സ്റ്റ് സെന്റൻസ് നോക്കൂ. എവ്രിബഡി ഈസ് ഇൻട്രസ്റ്റഡ്, എല്ലാവരും നല്ല താല്പര്യത്തിലാണ് അല്ലേ. അപ്പോൾ എവ്രിബഡി എന്നതിന് ഒരിക്കലും നമുക്ക് അതേപടി എടുത്തിടാൻ ദേ ആക്കി പറയാൻ കഴിയില്ല. സോറി, ദയുടെ സ്ഥാനത്ത് ഇവിടെ ദേ എഴുതിയിരിക്കുന്ന സ്ഥാനത്ത് എവ്രിബഡിയെ കൊണ്ടുവരാൻ കഴിയില്ല. അതൊരു ലോജിക്കുള്ള കാര്യമല്ല അല്ലെ. അപ്പൊ എവ്രിബഡി ഈസ് ഇൻട്രസ്റ്റ്, എല്ലാവരും താല്പര്യത്തിലാണ് അല്ലേ എന്ന് ചോദിക്കുന്നിടത്ത് നമ്മുടെ ലോജിക്, കോമൺ സെൻസ് ഉപയോഗിച്ച് തന്നെ പിടികിട്ടും. നമുക്ക് അവിടെ ഉപയോഗിക്കേണ്ട പ്രനൗൺ ഏതാണ്? ദേ എന്നാണ്. റൈറ്റ്, അവർ എന്നല്ലേ. എല്ലാവരും എന്ന് പറഞ്ഞാൽ അവരങ്ങനെയാണോ, അങ്ങനെയല്ലേ എന്നല്ലേ ചോദ്യം. അപ്പൊ എവ്രിബഡി ഈസ് ഇൻട്രസ്റ്റഡ് ആർ ഇൻ ദേ എന്നാണ് ഉപയോഗിക്കുന്നത്. ഇതേപോലെ തന്നെ എവ്രിബഡി, നോബഡി പോലുള്ള സംബഡി, ഇങ്ങനെയെല്ലാം ഇതേ തരത്തിൽ അതിനനുസരിച്ച് അനുയോജ്യമായ ഒരു പ്രനൗണാക്കി മാറ്റേണ്ടത്. ഇപ്പൊ നത്തിങ് ആണെങ്കിലോ, നത്തിങ് ആണെങ്കിൽ നമ്മളിവിടെ ഇറ്റ് എന്ന് പറയേണ്ടി വരും അല്ലെ. റൈറ്റ്, ഇവിടെ നമ്മുടെ ലോജിക്ക് അനുസരിച്ച് നോക്കിയാൽ തന്നെ പിടികിട്ടും. എവ്രിബഡിക്ക് പകരം നത്തിങ് ആണെന്ന് കരുതാം. അപ്പോൾ അവിടെ എന്തായി മാറും? ഈസ് ഇൻ ഇറ്റ് എന്നായിട്ട് മാറും. ശരിയല്ലേ? അപ്പോൾ നമ്മൾ പറയുന്ന ആ ഒരു മീനിങ്ങിന് അനുയോജ്യമായ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയ പ്രൊനൗണിനെ തന്നെ ഇവിടെ ഉപയോഗിക്കണം. റൈറ്റ്, ഇനി നോബഡി നോക്കൂ. നോബഡി ഹെൽപ്ഡ് us, ഒരാളും ഞങ്ങളെ സഹായിച്ചില്ല. ഡിഡ് ദേ അല്ലേ. നോബഡി ഹെൽപ്ഡ് us എന്നതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ ഡിഡ് എവിടെ നിന്നാണ് കിട്ടിയത്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലെ ഓക്സിലറിയാണ്. ഹെൽപ്ഡ് എന്നത് V2 ആയതുകൊണ്ട് ഇതിലെ ഓക്സിലറി ഏതാണ്? ഡിഡ് ആണ്. ആ ഡിഡിനെ നമ്മൾ പുറത്തെടുക്കുന്നു. പിന്നെ സബ്ജക്റ്റിനെ കൊണ്ടുവന്നിടുന്നു. നോബഡിയെ കൊണ്ടുവന്നിടാൻ പറ്റുമോ? ഇല്ല. നോബഡിക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയ, ഈ കോണ്ടെക്സ്റ്റിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയ പ്രൊനൗൺ ഏതാണ്? ദേ ആയതുകൊണ്ട് നമ്മൾ ദേ ആണ് ഉപയോഗിക്കുന്നത്. ഡിഡ് ദേ അല്ലേ. നോബഡി ഹെൽപ്ഡ് us, ഡിഡ് ദേ, ആരും സഹായിച്ചില്ല അല്ലേ. റൈറ്റ്, ദെൻ നെക്സ്റ്റ് സെന്റൻസ് നോക്കൂ. കീപ് സൈലൻസ് വോണ്ട് യു. കീപ് സൈലൻസ് എന്താ മീനിങ്? മിണ്ടാതിരിക്കൂ എന്നാണ്. അഥവാ കീപ് സൈലൻസ് എന്ന സെന്റൻസ് ഇംപെറേറ്റീവ് സെന്റൻസ് ആകുന്നു. അതായത് ഒരു കാര്യം കൽപ്പിക്കുന്ന സെന്റൻസ് ആകുന്നു. മിണ്ടാതിരിക്കൂ. അങ്ങനെ പറയുകയാണെങ്കിൽ മിണ്ടാതിരിക്കില്ലേ, അങ്ങനെയല്ലേ? ആ മീനിങ്ങിലല്ലേ ചോദിക്കേണ്ടത് അല്ലേ എന്ന്. അങ്ങനെ ചോദിക്കുമ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾ അങ്ങനെ ചെയ്യില്ലേ. റൈറ്റ്, ആ അല്ലേക്ക് നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ഉപയോഗിക്കണം? അവിടെ വിൽ അല്ലെങ്കിൽ വിൽ പ്ലസ് നോട്ട് വോണ്ട് ഉപയോഗിക്കണം. കീപ് സൈലൻസ് വോണ്ട് യു, മിണ്ടാതിരിക്കൂലേ എന്ന് ചോദിക്കുമ്പോൾ വോണ്ട് യു എന്നാണ് ഉപയോഗിക്കേണ്ടത്. ദെൻ ഇത് നേരെ നെഗറ്റീവ് ആണെങ്കിലും ഡോണ്ട് റിപ്പീറ്റ് ദിസ്, ഇനി മേലിൽ ഇത് ചെയ്തുവിടാ. വിൽ യു, ചെയ്യുമോ? റൈറ്റ്, അപ്പൊ ഇവിടെയും ഡോൺ എന്നത് ഒരിക്കലും നമ്മൾ ഇവിടെ ഡു എന്ന് ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഇതെന്താണ്? ഇംപറേറ്റീവ് സെന്റൻസ് ആകുന്നു. നീ അങ്ങനെ ചെയ്യരുത് എന്ന് കൽപ്പിക്കുകയാണ്. അപ്പൊ അതിന് വിൽ യു എന്നാണ്, ഫ്യൂച്ചറിലുള്ള ഒരു കാര്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വിൽ യു എന്നാണ് ചോദിക്കേണ്ടത്. അപ്പൊ ഇത് നമ്മൾ കോണ്ടെക്സ്റ്റലായിട്ട് മനസ്സിലാക്കി നമ്മുടെ കോമൺ സെൻസ് അനുസരിച്ച്, ലാംഗ്വേജ് എപ്പോഴും കോമൺ സെൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു കോമൺ സെൻസ് അനുസരിച്ച് നമ്മൾ മാറ്റി എഴുതേണ്ട ചില കോണ്ടെക്സ്റ്റുകളാണ്. ഈ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ കൂടുതൽ പരിചയപ്പെടേണ്ടത്. ഇനി കൺഫ്യൂസിങ് ആയ ക്വസ്റ്റ്യൻ ടാഗ്സിൽ തന്നെ നമുക്ക് ചില ഐറ്റംസ് കൂടെ പരിചയപ്പെടാം. അവിടെ നോക്കൂ. സോ യു ആർ ഗോയിങ് ടു സ്റ്റാർട്ട് എ ബിസിനസ്. അപ്പോൾ നീ സ്വന്തമായി അല്ലെങ്കിൽ നീ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അല്ലേ എന്ന് ചോദിക്കുന്നതിന് ആർ യു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർ യു. സോ യു ആർ ഗോയിങ് ടു സ്റ്റാർട്ട് എ ബിസിനസ്, ആർ യു.
ഇവിടെ എന്താ പ്രശ്നം? നമ്മൾ നേരത്തെ പഠിച്ചതനുസരിച്ച് ഇവിടെ അസേർട്ടീവ് ആണെങ്കിൽ ഇവിടെ നമ്മൾ പഠിച്ച റൂൾ അനുസരിച്ച് ആറിൻറ്റ് യു എന്നാണ് ചോദിക്കേണ്ടത്, റൈറ്റ്? പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആർ യു എന്നാണ്, അല്ലെ? ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ എക്സാമ്പിൾ, ഈ കോണ്ടെക്സ്റ്റ് എവിടെയാണ് വരുന്നതെന്ന് ഞാൻ പറയാം. നമ്മൾ രണ്ട് പേര് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ആളുകൾ, ആരോ ആയിക്കോ എത്ര പേരോ ആയിക്കോട്ടെ, നമ്മൾ സംസാരത്തിനിടയിൽ നമ്മൾക്ക് കിട്ടിയ ചില പോയിന്റുകൾ അല്ലെങ്കിൽ അവർ നേരിട്ട് പറഞ്ഞതോ നേരിട്ട് പറയാത്തതോ മെൻഷൻ ചെയ്തതോ ആയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി, ആ മനസ്സിലാക്കിയ കാര്യം നമ്മൾ തിരിച്ചു ചോദിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ആദ്യത്തിൽ സോ എന്നുള്ളത്. സോ അങ്ങനെ, അതുകൊണ്ട്, അങ്ങനെ ആയതുകൊണ്ട്, അപ്പോൾ അങ്ങനെയാണല്ലേ, അങ്ങനെ ചോദിക്കുന്ന, നമ്മൾ മനസ്സിലാക്കിയെടുത്ത ഒരു കാര്യം അങ്ങനെയാണല്ലേ, അങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്ന സെന്റൻസ് ആണിത്. യു ആർ ഗോയിങ് ടു സ്റ്റാർട്ട് എ ബിസിനസ്. അപ്പോൾ അവർ ബിസിനസിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ജോലിയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. പുതിയൊരു ബിസിനസ് അവൻ തുടങ്ങാൻ പോവാണ് എന്ന് കേൾക്കുന്നയാൾക്ക് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, സോ യു ആർ ഗോയിങ് ടു സ്റ്റാർട്ട് എ ബിസിനസ്, ആർ യു? അപ്പൊ നീ ഒരു ബിസിനസ് തുടങ്ങാൻ പോവാണ് അല്ലേ? അവിടെ എന്ത് വേണ്ട, ആറിൻറ്റ് എന്നാക്കേണ്ടതില്ല, റൈറ്റ്? പക്ഷെ ഇങ്ങനെയുള്ള എല്ലാ സെന്റൻസുകളുടെയും തുടക്കത്തിൽ സോ അല്ലെങ്കിൽ ഓ പോലുള്ള ഏതെങ്കിലും എക്സ്പ്രഷൻസ് ഉണ്ടായിരിക്കും എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. മറ്റൊരു ഉദാഹരണം നോക്കാം. ഓ യു ആർ എ ബാച്ചിലർ, ആർ യു? ഓ നീ അവിവാഹിതനാണല്ലേ? അപ്പൊ ഇവിടെയും യു ആർ എ ബാച്ചിലർ, ആർ യു എന്ന് സംസാരത്തിനിടയ്ക്ക് അല്ലെങ്കിൽ സംസാരത്തിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം നേരിട്ട് പറഞ്ഞതോ അല്ലെങ്കിൽ സൂചിപ്പിച്ചതോ ആയി മനസ്സിലാക്കിയെടുക്കുന്ന കാര്യത്തെ ഒന്നുകൂടെ ചോദിക്കുകയാണ്. ഓ അങ്ങനെയാണോ എന്ന് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഇതിന് നെഗറ്റീവ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് വരിക. അപ്പൊ അതിന്റെ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. സോ യു വോണ്ട് അഡ്മിറ്റ് യുവർ ഗിൽറ്റ്, വോണ്ട് യു? ഇവിടെ നമ്മൾ പറഞ്ഞ നിയമം തെറ്റിച്ചിരിക്കുന്നു. ഇവിടെയും വോണ്ടാണ്, ഇവിടെയും വോണ്ടാണ്. നമ്മൾ പഠിച്ചതനുസരിച്ച് ഇവിടെ വിൽ യു എന്നാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെ? പക്ഷെ ഇവിടെ വോണ്ട് യു എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. എന്താ കാര്യം? ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കോണ്ടെക്സ്റ്റ് ആണ്. ഒരാളോട് നമ്മൾ അയാൾ ചെയ്ത തെറ്റിനെ കുറിച്ച് കുറെ തവണ പറയാൻ ശ്രമിച്ചു, പക്ഷെ അത് അയാൾ അംഗീകരിക്കുന്നില്ല. അപ്പൊ നമ്മൾ ലാസ്റ്റ് പറയാണ്, സോ യു വോണ്ട് അഡ്മിറ്റ് യുവർ ഗിൽറ്റ്, വോണ്ട് യു? അപ്പോൾ നിന്റെ തെറ്റ് നീ അംഗീകരിക്കില്ല അല്ലേ എന്ന് ചോദിക്കുന്ന കോണ്ടെക്സ്റ്റ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംസാരത്തിന്റെ അവസാനം നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു ആശയം അങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്ന സോ ഓ പോലുള്ള എക്സ്പ്രഷൻസ് കൊണ്ട് ആരംഭിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളാണ്. അവിടെ എന്തില്ല, സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗിനെ നെഗറ്റീവ് ആക്കിയിരിക്കണം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗിനെ പോസിറ്റീവ് ആക്കിയിരിക്കണം എന്ന റൂള് ഇല്ല. അപ്പൊ ഇത്രയാണ് വളരെ കൺഫ്യൂസിങ് ആയ കോണ്ടെക്സ്റ്റുകൾ. ഇങ്ങനെയുള്ള കോണ്ടെക്സ്റ്റുകളിലാണ് മിക്കപ്പോഴും നമ്മൾക്ക് തെറ്റിപ്പോറുള്ളത്. ലാസ്റ്റ് വൺ, ഇതൊരു ക്വസ്റ്റ്യൻ ടാഗ് അല്ല, ഇത് ടാഗ് പോലെ തോന്നിപ്പിക്കുന്നതാണെങ്കിലും ഇത് ക്വസ്റ്റ്യൻ ടാഗ് അല്ല. അത് ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിൻ്റെ സ്ട്രക്ചർ അങ്ങനെ ആയതുകൊണ്ട് പിന്നെ അതിനെ അവിടെ ഉൾപ്പെടുത്തിയെന്ന് മാത്രം. ഇതിനെ റീഇൻഫോഴ്സ്മെന്റ് ടാഗ് എന്നാണ് പറയാം. അഥവാ ഇത് ക്വസ്റ്റ്യൻ അല്ല, നമ്മൾ പറയുന്ന കാര്യം ഒന്നുകൂടെ സ്ട്രെസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. യു ആർ ടെല്ലിങ് ലൈസ്, നീ കള്ളം പറയാണ്. യു ആർ, അതെ നീ കള്ളം തന്നെയാണ് പറയുന്നത്. അങ്ങനെ ഉറപ്പിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാഗാണ് ഇവിടെ കാണിക്കുന്ന യു ആർ. ഇവിടെ വളരെ സിമ്പിൾ ആണ്. ആദ്യം സബ്ജക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്, പിന്നെയാണ് ഓക്സിലറി പറഞ്ഞിരിക്കുന്നത്, അല്ലെ? നമ്മൾ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നേരെ തിരിച്ചാണ് പറയേണ്ടത്. ഓക്സിലറി ആദ്യവും പിന്നെ സബ്ജക്റ്റ് ആണ് പറയേണ്ടത്. പക്ഷെ ഇത് കണ്ടാൽ ഏതുപോലെയുണ്ട്, ക്വസ്റ്റ്യൻ ടാഗ് പോലെ തോന്നും, അല്ലെങ്കിൽ കേട്ടാൽ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ആണോ ഉദ്ദേശിച്ചതെന്ന് തോന്നും. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇതിന് റീഇൻഫോഴ്സ്മെന്റ് ടാഗ് എന്നാണ് പറയുക. അപ്പൊ ഈ റീഇൻഫോഴ്സ്മെന്റ് ടാഗ് ക്വസ്റ്റ്യൻ ടാഗുമായിട്ട് ചിലപ്പോൾ കൺഫ്യൂസിങ് ആവാം എന്നതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ ആഡ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ക്വസ്റ്റ്യൻ ടാഗിനെ കുറിച്ച് കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഡിഫറൻ്റ് ആയ ചില അതേസമയം നമ്മൾ പ്രത്യേകം ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയകൾ. ഓക്കെ, താങ്ക് യു.